ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗമുണ്ടായിരുന്നു. വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ തുടരാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോയിൽ. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, കോവിഡ്-19 കേസുകളിൽ കാര്യമായ കുറവുണ്ടാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ തുടരും. നിയന്ത്രണങ്ങൾ ഒരാഴ്ച കൂടി നീട്ടി വെക്കണമെന്ന് ആരോഗ്യവകുപ്പും പോലീസും ഉന്നതതല യോഗത്തിൽ നിലപാടെടുത്തു. 6/7/2021 ചൊവ്വാഴ്ച നടക്കുന്ന കലക്ടർമാരുടെ യോഗത്തിന് ശേഷം ഇളവുകൾ നൽകണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ചൊവ്വാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്ക്ഡൗൺ ഇളവുകൾ ഉണ്ടെങ്കിൽ ആ കാര്യവും ഇല്ലെങ്കിൽ ആ കാര്യവും വ്യക്തമാക്കുന്നതാണ്. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്ന തോതിലുള്ള വടക്കൻ ജില്ലകളിൽ പരിശോധനകൾ വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ടെസ്റ്റ് വർദ്ധിപ്പിക്കുന്നതാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിച്ചു നിൽക്കാൻ കാരണമെന്നും യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും എന്നാൽ ജാഗ്രത തുടരേണ്ടത് ആവശ്യമാണെന്നും യോഗം വിലയിരുത്തി. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. TPR നിരക്ക് എത്രയും പെട്ടെന്ന് 5 താഴെ എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതേസമയം കോവിഡിൻ്റെ 3ാം തരംഗ സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ഈ സാഹചര്യം തടയാനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം ഇന്ന് രാവിലെ കേരളത്തിലെത്തി. ആവശ്യമായ നടപടികൾ, ചികിത്സാ സൗകര്യങ്ങൾ, ആവശ്യമായ സജ്ജീകരണങ്ങൾ എന്നിവയെക്കുറിച്ച് സംഘം വിശദമായി പരിശോധന നടത്തും. ഇതുപോലെ നിയന്ത്രണങ്ങൾ ഓണം കഴിയുന്നതുവരെ തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ വർഷം ഓണത്തോടനുബന്ധിച്ചാണ് ലോക്ക്ഡൗണിൽ ഇളവുകൾ നൽകിയതെന്നും അതുമൂലം കോവിഡ് വ്യാപനം കൂടിയെന്നുമാണ് വിലയിരുത്തൽ. അത്തരം ഒരു സാഹചര്യം ഈ വർഷം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ കൂടുതൽ വ്യക്തതകൾ വരും. നാളെ കലക്ടർമാരുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വ്യക്തത വരുന്നത്. എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് കൃത്യമായി നിങ്ങളിൽ എത്തിക്കുന്നതാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.